പ്രിയപ്പെട്ടവരെ, നമസ്കാരം. പറഞ്ഞു വരുന്നത് ബിഗ് ബോസിനെ പറ്റിയാണ്. പലവിധ ചർച്ചകളും നടക്കുന്നത് ബിഗ് ബോസിനെ പറ്റിയാണ്. ഫിനാലെയൊക്കെ കഴിഞ്ഞു. കപ്പ് തൂക്കിയവരും റണ്ണറപ്പ് ആയവരും PR വർക്ക് ചെയ്തവരുമൊക്കെ ഇപ്പോൾ എയറിലാണ്. നമുക്കേവർക്കും അറിയാം, സൈബർ ഇടങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ തുറന്നു കഴിഞ്ഞാൽ കൊടുമ്പിരിക്കൊള്ളുന്ന ചർച്ചകളും വാഗ്വാദങ്ങളും എഴുത്തുകളും വായനകളും നിരൂപണങ്ങളും അതുപോലെ വീഡിയോസുമൊക്കെയാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ മുന്നിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ബിഗ് സ്ക്രീനിലെ വലിയ പരിപാടി നടക്കുമ്പോൾ നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിലേക്ക് നമ്മളൊക്കെ അത് കാണുമ്പോൾ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ എന്താണ് ബിഗ് ബോസ് എന്ന പൊതുചോദ്യം ഇപ്പോഴും അവിടെ ബാക്കിയാവുകയാണ്. ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ ഇന്നും നമുക്ക് മുകളിൽ വട്ടമിട്ട് കഴുകനെ പോലെ പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ സ്വീകരണ മുറികളിൽ ഇത്രത്തോളം നമ്മുടെ യുവാക്കളും നമ്മുടെ അമ്മമാരും നമ്മുടെ ഉമ്മമാരും ഒക്കെ ഈ പരിപാടി കണ്ട് എന്താണ് അതിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന പൊതുബോധം ഇപ്പോഴും ബാക്കിയാണ്. ചിന്തകൾ ഇപ്പോഴും ബാക്കിയാണ്. കുറെ മനുഷ്യരെ കൊണ്ടുവന്നിട്ട് 100 ദിവസത്തോളം ഒരു വീട്ടിൽ അടച്ചിട്ട മുറികളിൽ പ്രത്യേകമായി സജ്ജീകരിച്ച സംവിധാനങ്ങളോടുകൂടി അവരെ താമസിപ്പിക്കുകയും അവരുടെ അനക്കങ്ങളും അടക്കങ്ങളും ജീവിത രീതികളും ചിട്ടകളും പെരുമാറ്റങ്ങളും സംസാരങ്ങളും അവരുടെ വികാരങ്ങളും നിർവികാരതകളും അവരുടെ അക്ഷമ സംഭാഷണങ്ങളുമൊക്കെ പുറത്തുവിടുന്ന, അവര് പകരുന്ന സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എന്ത് നന്മയാണ് എത്തിക്കുന്നത് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ 7ാമത്തെ എഡിഷനോളം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പാരമ്പര്യത്തിനെതിരായിട്ടുള്ള പല ആളുകളും പല സ്വഭാവ വിശേഷങ്ങളും അതിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നാം പേരെടുത്ത് പറയാതെ തന്നെ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ സാംസ്കാരികതയ്ക്കും നിരക്കാത്ത തരത്തിലുള്ള പ്രവർത്തന പാരമ്പര്യങ്ങളുള്ള, സംസാരങ്ങളുള്ള, അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു ചില ആളുകളെ ബിഗ് ബോസിൽ പരിചയപ്പെടുത്തുകയുണ്ടായി. പേരെടുത്ത് നാം പറയുന്നില്ല, പറയേണ്ട കാര്യമില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഏതൊരാളുകൾക്കും ഏതൊരു കമ്മ്യൂണിറ്റിയിലും ഏതൊരു രീതിയിലും ജീവിക്കാൻ കഴിയുന്ന സ്വതന്ത്രമായ രാഷ്ട്രമാണ് ഭാരതം എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക്, നമ്മുടെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തട്ടുന്ന രീതിയിലുള്ള അവരുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും രീതികളുമൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് ഒരു തുലവും നാം ചർച്ച ചെയ്യപ്പെട്ടാലും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ വളരെ കഴിയാത്ത ഒരു കാര്യമാണ്. അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. ചില കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക്, ചെറിയ കുട്ടികളിലേക്ക്, വളർന്നു വരുന്ന കൗമാരക്കാരിലേക്ക് ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്തും. സോഷ്യൽ നമ്മുടെയൊക്കെ സംസ്കാരത്തിന് വിഭിന്നമായി, നമ്മുടെയൊക്കെ സാമൂഹിക ക്രമത്തിന് ഘടകവിരുദ്ധമായി ഇത്തരം കാര്യങ്ങളെയൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഹിഡൻ അജണ്ട കൂടി ഇതിന്റെ പിന്നിലൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മുടെ യുവതലമുറക്കിടയിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും സ്വാധീനം ചെലുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമുക്കൊക്കെ അറിയാം, ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് അവരുടെ വീടുകളിൽ നിന്നാണ്. അവരുടെ വീടുകളിൽ നിന്ന് രൂപപ്പെടുന്ന മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായിട്ട് എങ്ങനെ വളരണം എന്നുള്ളത് പാഠങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെയായിട്ട് ജീവിതത്തിൽ മനസ്സിലാക്കി അവന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നാം കാണുന്ന കാഴ്ചകളും നാം കേൾക്കുന്ന കേൾവികളും അതുപോലെ മറ്റുള്ളവരുടെ സംസാരങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അപ്പൊ ഇത്തരണത്തിലുള്ള പരിപാടികളൊക്കെ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർസെന്റേജ് എങ്കിലും യുവാക്കളുടെയും യുവതികളുടെയും ഇടയിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ വികസിച്ചു വരാൻ കാരണമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ജനങ്ങളുടെയൊക്കെ മനസ്സുകളിലേക്ക് നമ്മുടെ സമൂഹം തിന്മയാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും നന്മയായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇത്തരം പരിപാടികളിലൂടെ നടക്കുന്നില്ലേ എന്ന് നാം തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളുകൾക്കും ഇതൊന്നും അംഗീകരിക്കാനോ ഇതിനെയൊന്നും ആശീർവദിക്കാനോ കഴിയുകയില്ല. നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് നാം പണം കൊടുത്ത് നാം കാണുന്ന പരിപാടികൾ ഏതാണെന്ന് തീരുമാനിക്കാനുള്ള യുക്തിബോധമെങ്കിലും മലയാളിക്ക് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ഒരു യുക്തിബോധം തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ പല മേഖലകളിലും നിങ്ങളെടുത്ത തീരുമാനങ്ങളുടെ ചൊറുക്കുകളായിരിക്കാം. നമ്മുടെയൊക്കെ സ്വീകരണ മുറികളിൽ നാം പണം കൊടുത്ത് നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഇത്തരത്തിലുള്ള നമ്മുടെ ചിന്തകളെ പണയപ്പെടുത്തുന്ന പരിപാടികളൊക്കെ കാണില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കൽ നമ്മുടെ ധാർമ്മിക ബോധത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സംസ്കാരങ്ങളെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയെ അളക്കുന്ന, നമ്മുടെ ചിന്താശേഷിയെ പണയപ്പെടുത്തുന്ന ഇത്തരം പരിപാടികൾ കൊണ്ട് യാതൊരു സാമൂഹിക നന്മയും നമുക്ക് കിട്ടാനില്ല. സൈബർ ഇടങ്ങളിൽ നിന്ന് വിരൽത്തുമ്പുകളിൽ നിന്ന് താഴേക്കിറങ്ങി
നമ്മുടെ ചുറ്റുപാടുകളെ ഇടയ്ക്കൊന്ന് നാം അറിയാൻ ശ്രമിക്കുക. സാമൂഹിക പ്രതിബദ്ധതയുള്ള, സമൂഹത്തിന് ഉപകാരപ്രദമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ കാണാത്തതായി നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ചുറ്റും ആലംബഹീനരെ ചേർത്ത് നിർത്താനും ആശ്രയമറ്റവനെ ചേർത്ത് പിടിക്കാനും നമുക്ക് ഒരു വേള കഴിഞ്ഞാൽ അതിനേക്കാൾ മഹത്തരമായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത നമ്മുടെ സമൂഹത്തിൽ സംസ്കാരത്തിന് വിഭിന്നമായി ജീവിത രീതികളെ കാണുന്ന ഈ കണ്ണുകളെ കൊണ്ട് കാഴ്ചയറ്റവന്റെ ദുരിതമകറ്റാൻ നമ്മുടെ കണ്ണുകൾ ഒരു വേള ഉപയോഗപ്പെട്ടാൽ അതിനേക്കാൾ മഹത്തരമായി തീർച്ചയായും മറ്റൊന്നുമില്ല. സ്നേഹം പകരപ്പെടാൻ കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനേക്കാൾ വിശുദ്ധമായ മറ്റൊന്നും ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ സൈബർ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കാഴ്ച പണയം വെക്കാതെ, നമ്മുടെ കേൾവി പണയം വെക്കാതെ സമൂഹത്തിന്റെ താഴെത്തട്ടുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആശ്രയമറ്റവനെ ചേർത്ത് നിർത്തിയും സാമൂഹിക ജീവിയായ മനുഷ്യനെ അവന്റെ പ്രയാസങ്ങളിൽ സഹായിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കേൾവികൾ പണയം വെക്കാനുള്ളതല്ല, നമ്മുടെ ചിന്തകൾ പണയം വെക്കാനുള്ളതല്ല. നമ്മുടെ കാഴ്ചകൾ തീരുമാനിക്കപ്പെടേണ്ടത് നമ്മളാണ്. നമ്മുടെ ചിന്തകൾ രൂപപ്പെടുത്തേണ്ടത് നമ്മളാണ്. നമ്മുടെ കേൾവി എങ്ങനെയാകണമെന്ന് തീരുമാനിക്കപ്പെടേണ്ടതും നമ്മളാണ്. അപ്പോ നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വാക്കുകൾക്ക് വിടാം.